നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുകേഷ് എം.എൽ.എ കാണാനില്ല എന്നുള്ള പരാതി ഒരു സമയത്ത് വ്യാപകമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടും, അത് കഴിഞ്ഞാൽ പിന്നെ എം.എൽ.എയെ മണ്ഡലത്തിൽ കാണാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു പരാതികൾ. ഏതായാലും വീണ്ടും തെരഞ്ഞെടുപ്പിന് ചൂടുപിടിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് മുകേഷ് എം.എൽ.എ. കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് CPM രംഗത്ത് വന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പേരുകൾ അന്തിമമായി അംഗീകരിച്ചത്. കൊല്ലത്ത് മുകേഷാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് വോട്ട് ചോദിച്ചിറങ്ങിയിരിക്കുകയാണ് മുകേഷ്. തന്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും കൊല്ലമാണെന്ന് മുകേഷ് എം.എൽ.എ. 7.5 കൊല്ലമായി മുറുകെ പിടിച്ചത് അഴിമതിരഹിതമായ സേവനമാണെന്നും മുകേഷ് ഫേസ്ബുക്ക് വീഡിയോയിൽ പറയുന്നു. ഒരു സിനിമാ നടനായ ഞാൻ MLA ആയി വന്നപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഈ മണ്ഡലം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന്. എന്നാൽ അതിനുള്ള ഉത്തരം കഴിഞ്ഞ 7.5 കൊല്ലമായി കൊല്ലം മണ്ഡലത്തിൽ മാത്രമായി എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 1748 കോടിയുടെ വികസനമാണ് ഇത്. വെറും വാക്കല്ല. പല സന്ദർഭങ്ങളിലും ഞാൻ പലരെയും ക്ഷണിച്ചിട്ടുണ്ട് എൻ്റെ മണ്ഡലത്തിലെ വികസനം നേരിട്ട് വന്ന് കാണാൻ. തൊട്ട് കാണിക്കാം വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരും അത് ഏറ്റെടുത്തില്ല. കാരണം തൊട്ട് കാണിക്കുമെന്ന് അവർക്കറിയാം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എന്നാൽ കഴിയുന്ന സേവനം നടത്താൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ, വികസനങ്ങൾ കൊണ്ടുവരാനുള്ള അവസരമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത്. അച്ഛൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ ഞാൻ ഉണ്ടാകും. കൊല്ലത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാൻ വിജയിപ്പിക്കണം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും മുകേഷ് വീഡിയോയിൽ വ്യക്തമാക്കി. കാര്യമൊക്കെ ശരിയാണ് എന്ന് കരുതി ഇനി വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകരുത്. കാരണം അതൊരു പതിവാണല്ലോ. ഇത്തവണ CPM പട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരുമില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 എണ്ണത്തിലാണ് CPM മത്സരിക്കുന്നത്. മന്ത്രിയും PB അംഗം, 3 ജില്ലാ സെക്രട്ടറിമാർ, 3 MLA മാർ, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെല്ലാം പട്ടികയിലുണ്ട്. പൊന്നാനിയിലും ഇടുക്കിയിലും സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. അതേസമയം BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു ഗോവിന്ദൻ LDFന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ഗോവിന്ദൻ ചോദിച്ചു. പാർട്ടിക്ക് സ്ഥാനാർത്ഥി ക്ഷാമമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP വിരുദ്ധ വോട്ട് ഏകീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത തന്നെ മുന്നിലുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ കാലുമാറിയെങ്കിലും BJP വിരുദ്ധ പൊതുമുന്നണി രൂപപ്പെട്ടു കഴിഞ്ഞു. UP-യിൽ അടക്കം ചർച്ചകൾ നടന്നു വരികയാണെന്നും അറിയിച്ചു.